Hi all, good morning. My name is Arya. I am from S4 Electronics. My seminar topic is data transmission and the two types of data transmission. Okay, so we know what is data transmission. Data transmission refers to the process of transferring data between two or more digital devices. അപ്പം ഡാറ്റ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഡാറ്റേനെ ട്രാൻസ്മിറ്റ് ചെയ്യുക ഫ്രം വൺ പോയിന്റ് ടു അനദർ ഓർ ബിറ്റ്വീൻ ടു ഓർ മോർ ഡിജിറ്റൽ ഡിവൈസസ്. ഓക്കെ, ഡാറ്റ ഈസ് ട്രാൻസ്മിറ്റഡ് ഫ്രം വൺ ഡിവൈസ് ടു അനദർ ഇൻ അനലോഗ് ഓർ ഇൻ ഡിജിറ്റൽ ഫോമാറ്റ്. അപ്പോൾ ഡാറ്റനെ നമുക്ക് അനലോഗിലോ ഡിജിറ്റൽ ഫോമാറ്റിലോ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. അനലോഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദർ വിൽ ബി എ കണ്ടിന്യൂസ് ഇലക്ട്രിക് സിഗ്നൽസ്. ഡിജിറ്റലിൽ നോൺ കണ്ടിന്യൂസ് ഇലക്ട്രിക് സിഗ്നൽസ് ആയിരിക്കും. ഓക്കെ, ഇങ്ങനെ ടു ടൈപ്സിൽ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ബേസിക്കലി ഇറ്റ് എനേബിൾസ് ഡിവൈസസ് ഓർ കോമ്പോണൻറ്റ്സ് വിത്തിൻ ഡിവൈസസ് ടു സ്പീക്ക് ഈച്ച് അതർ. അപ്പോൾ ഇത് എന്തിനാണ് എനേബിൾ ചെയ്യുന്നത്? ഒരു ഡിവൈസിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങൾക്ക് തമ്മിൽ സ്പീക്കപ്പ് ചെയ്യാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡാറ്റ ട്രാൻസ്മിഷൻ എനേബിൾ ചെയ്യുന്നത്. ഡാറ്റ ഈസ് ട്രാൻസ്ഫേർഡ് ഇൻ ദ ഫോം ഓഫ് ബിറ്റ്സ്. അപ്പോൾ ഡാറ്റ എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഇൻ ദ ഫോം ഓഫ് ബിറ്റ്സ് ആണ്. അതായത് 0, 1 അങ്ങനത്തെ ബിറ്റ്സ് വഴിയാണ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത്. And there are two methods used to transmit data. First one is serial transmission and the second one is parallel transmission. Okay, serial transmission എന്താണ് നോക്കാം. It sends data bits one after another over a single channel. അപ്പം സീരിയൽ എന്ന പേരിൽ തന്നെ ഉണ്ട്. അതെങ്ങനെയാണ് ഡാറ്റ ബിറ്റ്സിനെ സെൻഡ് ചെയ്യുന്നത്? വൺ ആഫ്റ്റർ ദ അനദർ ഓവർ എ സിംഗിൾ ചാനൽ. ഒരു സിംഗിൾ ചാനലിൽ ഒന്നിന് പിന്നിൽ ഒന്നായിട്ടാണ് സെൻഡ് ചെയ്യുന്നത്. The data bits are organized in a specific order. ഡാറ്റാ ബിറ്റ്സിനൊക്കെ ഒരു ഓർഡറിൽ അതിനിങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. The order of data bits is important as it dictates how the transmission is organized when it is received. അപ്പം ഈ ഡാറ്റാ ബിറ്റ്സിൻ്റെ ഓർഡർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താ? ട്രാൻസ്മിഷൻ ഓർഗനൈസ് ചെയ്തതുകൊണ്ട് തന്നെ ഇത് സെൻഡ് ചെയ്തെടുത്തുനിന്ന് റിസീവറിൻ്റെ സമയത്ത് എത്തുന്നത് വളരെ ഒരു ഓർഗനൈസ്ഡ് വേയിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഡാറ്റ ബിറ്റ്സിൻ്റെ ഓർഡർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഈസ് റിലയബിൾ ഡാറ്റ ട്രാൻസ്മിഷൻ മെത്തേഡ് ബിക്കോസ് എ ഡാറ്റ ബിറ്റ് ഇസ് ഓൺലി സെൻഡ് ഇഫ് ദ പ്രീവിയസ് ഡാറ്റ ബിറ്റ് ഹാസ് ഓൾറെഡി ബീൻ റിസീവ്ഡ്. ഇതൊരു റിലയബിൾ ഡാറ്റ ട്രാൻസ്മിഷൻ ആണ്. കാരണം എന്താണ്? സെൻഡറിൽ നിന്നും റിസീവറിലേക്ക് ഒരു ഡാറ്റ ബിറ്റ് എത്തിയിട്ടുണ്ടെങ്കിൽ അടുത്തത് എത്തണമെങ്കിൽ ഇത് അവിടെ എത്തിയിരിക്കണം. ഓക്കെ, അപ്പോൾ പ്രീവിയസ് ഡാറ്റ ബിറ്റ് അവിടെ എത്തിയതിന് ശേഷം മാത്രമേ അടുത്ത ഡാറ്റ ബിറ്റ് പോവുള്ളൂ. ഓക്കെ, ആൻഡ് ഈ സീരിയൽ ട്രാൻസ്മിഷന് ഫെർദർ ക്ലാസിഫിക്കേഷൻ ഉണ്ട്, അസിൻക്രണസും സിൻക്രണസും. ഓക്കെ, ഫസ്റ്റ് വൺ അസിൻക്രണസ് സീരിയൽ ട്രാൻസ്മിഷൻ. ഇതിൽ ഡാറ്റ ബിറ്റ്സ് ക്യാൻ ബി സെൻഡ് അറ്റ് എനി പോയിന്റ് ഇൻ ടൈം. ഒരു ടൈമിൽ നമുക്ക് ഡാറ്റ ബിറ്റ്സിനെ ഏത് പോയിന്റിലേക്കും സെൻഡ് ചെയ്യാൻ പറ്റും. Stop bits and start bits are used between data bytes to synchronize the transmitter. സ്റ്റോപ്പ് ബിറ്റ്സും സ്റ്റാർട്ട് ബിറ്റ്സും യൂസ് ചെയ്യണമെന്നുണ്ട്. എന്തിന്? സിങ്ക്രണൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രാൻസ്മിറ്ററിനെ ആൻഡ് റിസീവർ ആൻഡ് ടു എൻഷുർ ദാറ്റ് ദ ഡാറ്റ ഈസ് ട്രാൻസ്മിറ്റഡ് കറക്റ്റ്ലി. അപ്പോൾ സിങ്ക്രണൈസ് ചെയ്തതിന് ശേഷം ഇത് എൻഷുർ ചെയ്യും, ട്രാൻസ്മിറ്റ് ചെയ്ത ഡാറ്റ കറക്റ്റ്ലി അവിടെ എത്തിയിട്ടുണ്ടെന്ന് എൻഷുർ ചെയ്യും. ദ ടൈം ബിറ്റ്വീൻ സെൻഡിങ് ആൻഡ് റിസീവിങ് ഡാറ്റ ബിറ്റ് ഇസ് നോട്ട് കോൺസ്റ്റൻറ്റ്. സോ ഗ്യാപ്സ് ആർ യൂസ് ടു പ്രൊവൈഡ് ടൈം ബിറ്റ്വീൻ ട്രാൻസ്മിഷൻ. അപ്പം ഈ നമ്മുടെ സെൻഡിങ്ങിൻ്റെയും റിസീവിങ്ങിൻ്റെയും ഡാറ്റ ബിറ്റ്സിൻ്റെ സെൻഡിങ്ങിൻ്റെയും റിസീവിങ്ങിൻ്റെയും ടൈം കോൺസ്റ്റൻ്റ് അല്ല. അതുകൊണ്ട് തന്നെ അവിടെ ഗ്യാപ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ടൈം ട്രാൻസ്മിഷൻ ടൈം പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്യാപ്സ് ആണ് പ്രൊവൈഡ് ചെയ്തത്. ഓക്കെ, ആൻഡ് ദ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നോ സിങ്ക്രണൈസേഷൻ ഇസ് റിക്വയർഡ് ബിറ്റ്വീൻ ദ ട്രാൻസ്മിറ്റർ ആൻഡ് റിസീവർ ഡിവൈസസ്. അപ്പം അസിൻക്രണസ് ആയതുകൊണ്ട് തന്നെ നമുക്കവിടെ സിങ്ക്രണൈസേഷൻ്റെ ആവശ്യമില്ല. കൂടാണ്ട് മോർ കോസ്റ്റ് എഫക്റ്റീവ് മെത്തേഡാണ്. ഓക്കെ, കോസ്റ്റ് എഫക്റ്റീവ് മെത്തേഡും കൂടിയാണ് അസിൻക്രണസ് സീരിയൽ ട്രാൻസ്മിഷൻ. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഡാറ്റ ട്രാൻസ്മിഷൻ സ്ലോവർ ആണ്. ഓക്കെ, ഡാറ്റ ട്രാൻസ്മിഷൻ ക്യാൻ ബി സ്ലോവർ. അപ്പോൾ അതിൻ്റെ ഒരു ഫിഗറാണ് ഇവിടെ തന്നത്. അവിടെ ഒരു സ്റ്റോപ്പ് ബിറ്റും ഒരു സ്റ്റാർട്ട് ബിറ്റും ഉണ്ട് അല്ലേ. സെൻറ്ററിൻ്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ബിറ്റ് ആൻഡ് ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഇസ് ഷോൺ ബൈ ദ ആരോ. അപ്പോൾ ഡാറ്റ ബിറ്റ് ഫ്ലോ ചെയ്യും. സ്റ്റാർട്ട് ബിറ്റിൽ നിന്ന് ഫ്ലോ ചെയ്ത് അവിടെ ഒരു ഗ്യാപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഗ്യാപ്പാണ് ടൈം, പ്രൊവൈഡ് ദ ടൈം ഫോർ ട്രാൻസ്മിഷൻ. ആ ടൈം പ്രൊവൈഡ് ചെയ്യും. പിന്നെ സ്റ്റോപ്പ് ബിറ്റ് വീണ്ടും ഡാറ്റ മൂവ് ചെയ്യും, ഫ്ലോ ചെയ്യും. അവിടെ ഒരു സ്റ്റാർട്ട് ബിറ്റ് ഉണ്ടാകും, അങ്ങനെ നെക്സ്റ്റിലേക്ക് പോകും. അങ്ങനെ ഒരു സിംഗിൾ ചാനലിലൂടെ ഡാറ്റേനെ സീരിയലായി ട്രാൻസ്മിറ്റ് ചെയ്യാനാണ് ഇത് യൂസ് ചെയ്യണത്. ഓക്കെ, Now the next is synchronous serial transmission.
ഡാറ്റ ബിറ്റ്സ് ആർ ട്രാൻസ്മിറ്റഡ് ആസ് എ കണ്ടിന്യൂസ് സ്ട്രീം ഇൻ ടൈം വിത്ത് എ മാസ്റ്റർ ക്ലോക്ക്. അപ്പം ഇതിലെങ്ങനെയാണ് ഡാറ്റ ബിറ്റ്സിനെ ഒരു കണ്ടിന്യൂസ് സ്ട്രീമായിട്ട് ഇൻ ടൈമിൽ ട്രാൻസ്മിറ്റ് ചെയ്യും വിത്ത് എ മാസ്റ്റർ ക്ലോക്കാണ്. മാസ്റ്റർ ക്ലോക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടൈം സിങ്ക്രണസ് സിഗ്നൽ അവൈലബിൾ ചെയ്യുന്നൊരു ക്ലോക്കാണ്. അപ്പം ഒരു വിത്തിൻ ടൈമിൽ ഡാറ്റേനെ ട്രാൻസ്മിറ്റ് ചെയ്യും കണ്ടിന്യൂസ് സ്ട്രീമായിട്ട്. Okay, the data transmitter and receiver both operate using a synchronized clock frequency. Therefore, start bits, stop bits and gaps are not used. ഓക്കെ, അപ്പോൾ ഒരു സിങ്ക്രണൈസ്ഡ് ക്ലോക്ക് ഫ്രീക്വൻസി യൂസ് ചെയ്തിട്ട് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവിടെ സ്റ്റാർട്ട് ബിറ്റിൻ്റെയോ സ്റ്റോപ്പ് ബിറ്റിൻ്റെയോ ഗ്യാപ്പിൻ്റെയോ ആവശ്യമില്ല. ഓക്കെ, data moves faster and timing errors are less frequent because the transmitter and receiver time is synced. ഡാറ്റ ഫാസ്റ്ററായി മൂവ് ചെയ്യുകയും ചെയ്യും. പിന്നെ ഇവിടെ ടൈമിംഗ് എറേഴ്സ് ഒക്കെ കുറവാണ്, ഇല്ല എന്നല്ല കുറവാണ്. അതുകൊണ്ട് തന്നെ ട്രാൻസ്മിറ്ററിൻ്റെയും റിസീവറിൻ്റെയും ടൈം സിങ്ക് ചെയ്തതാണ്. സീരിയലിൽ പറഞ്ഞു അവിടെ ഒരു കോൺസ്റ്റൻറ്റ് ടൈം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഗ്യാപ്സ് യൂസ് ചെയ്യുന്നു. ഇവിടെ ട്രാൻസ്മിറ്ററിൻ്റെ റിസീവറിൻ്റെ ടൈം സിങ്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഡാറ്റ മൂവ്സ് ഫാസ്റ്റർ. Data accuracy is highly dependent on timing being synced correctly between devices. അപ്പോൾ ഡാറ്റ അക്വറൻസി ഇവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ടൈമിങ്ങിനെയാണ്. ഓക്കെ, സിങ്ക് ചെയ്ത ടൈമിങ്ങിനെയാണ് ഇവിടെ ഡാറ്റ അക്വറൻസി ഡിപ്പെൻഡ് ചെയ്യുന്നത്. ദിസ് മെത്തേഡ് ഈസ് യൂഷ്വലി മോർ എക്സ്പെൻസീവ് ദാൻ എസിൻക്രണസ് സീരിയൽ ട്രാൻസ്മിഷൻ. പക്ഷേ ഈ മെത്തേഡ് കുറച്ച് എക്സ്പെൻസീവ് ആണ് എസിൻക്രണസ് വെച്ച് നോക്കുമ്പോൾ. ഓക്കെ, ആൻഡ് ദിസ് ഇസ് ദ ഫിഗർ. സിൻക്രണസ് ട്രാൻസ്മിഷൻ്റെ ഒരു സിംഗിൾ ചാനലിലൂടെ കണ്ടോ, അവിടെ സ്റ്റാർട്ട് ബിറ്റോ സ്റ്റോപ്പ് ബിറ്റോ ഗ്യാപ്പും ഒന്നുമില്ലാണ്ട് തന്നെ ഒരു വിത്തിൻ ടൈമിൽ ഡാറ്റേനെ ട്രാൻസ്മിറ്റ് ചെയ്യും. ഓക്കെ, ഇനി നെക്സ്റ്റ് യൂസസ് ഓഫ് സീരിയൽ ട്രാൻസ്മിഷൻ. സീരിയൽ ട്രാൻസ്മിഷൻ്റെ യൂസസ് ആണ്. ലോങ് ഡിസ്റ്റൻസ് ഡാറ്റ ട്രാൻസ്ഫറിന് യൂസ് ചെയ്യാം. പിന്നെ എമൗണ്ട് ഓഫ് ഡാറ്റ ബീങ് സെൻഡ് ഈസ് റിലേറ്റീവ്ലി സ്മോൾ എമൗണ്ട് ഓഫ് ഡാറ്റ മാത്രമേ നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇറ്റ് എൻഷുവേഴ്സ് ദാറ്റ് ഡാറ്റ ഇൻറ്റഗ്രിറ്റി ഈസ് മെയിൻറ്റെയിൻ ആസ് ഇറ്റ് ട്രാൻസ്മിറ്റ്സ് ദ ഡാറ്റ ബിറ്റ്സ് ഇൻ സ്പെസിഫിക് ഓർഡർ. ഒരു സ്പെസിഫിക് ഓർഡറിലാണല്ലോ സീരിയൽ ട്രാൻസ്മിഷൻ മൂവ് ചെയ്യുന്നത്. അപ്പം എന്താ പറയുക, അവിടെ ഡാറ്റ ഇൻറ്റഗ്രിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഡാറ്റ ഇൻറ്റഗ്രിറ്റി മീൻസ് മെയിൻറ്റെനൻസ് ആൻഡ് അഷ്വറൻസ് ഓഫ് ഡാറ്റ. അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്യണത്. ഓക്കെ, നൗ ദ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ, പാരലൽ ട്രാൻസ്മിഷൻ. ഇറ്റ് സെൻസ് മൾട്ടിപ്പിൾ ഡാറ്റ ബിറ്റ്സ് അറ്റ് ദ സെയിം ടൈം ഓവർ മൾട്ടിപ്പിൾ ചാനൽസ്. ഇത് പറയുന്നത് മൾട്ടിപ്പിൾ ഡാറ്റ ബിറ്റ്സ് ട്രാൻസ്മിറ്റ് ചെയ്യും, സെയിം ടൈമാണ്, പക്ഷേ മൾട്ടിപ്പിൾ ചാനലിലൂടെ. നേരത്തെ ഒരു സിംഗിൾ ചാനൽ മതിയായിരുന്നു നമുക്ക്, ഇവിടെ മൾട്ടിപ്പിൾ ചാനൽസ് വേണം. ഓക്കെ, ഡാറ്റ ക്യാൻ ബി സെൻഡ് മച്ച് ഫാസ്റ്റർ ദാൻ യൂസിങ് സീരിയൽ ട്രാൻസ്മിഷൻ മെത്തേഡ്. അപ്പോൾ ഇങ്ങനെ മൾട്ടിപ്പിൾ ചാനൽ യൂസ് ചെയ്യുന്നുണ്ട്, മൾട്ടിപ്പിൾ ഡാറ്റ സെൻഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ മെത്തേഡിൽ ഡാറ്റ വളരെ ഫാസ്റ്ററായി നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ ഒരു പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ ഉണ്ട്, കണ്ടില്ലേ? ഒരു 1 ബൈറ്റ് ഡാറ്റ ബ്ലോക്ക് 8 ബിറ്റ്സ് ഇങ്ങനെ സെൻഡ് ചെയ്യാണ് സെൻഡറിൽ നിന്ന് റിസീവിലേക്ക് പാരലലായിട്ട്. The above given figure shows that multiple bits are sent over multiple channels at the same time. അല്ലേ, മൾട്ടിപ്പിൾ ബിറ്റ്സ് മൾട്ടിപ്പിൾ ചാനലിലൂടെ സെയിം ടൈമിൽ സെൻഡ് ചെയ്യുകയാണ് സെൻഡറിൽ നിന്ന് റിസീവറിലേക്ക്. ദ ഓർഡർ ഇൻ വിച്ച് എ ബിറ്റ് സ്ട്രിങ് ഇസ് റിസീവ്ഡ് ക്യാൻ ഡിപ്പെൻഡ് ഓൺ വേരിയസ് കണ്ടീഷൻസ്. അപ്പോൾ ഒരു എന്താ പറയുക, ബിറ്റ് സ്ട്രിങ് റിസീവ് ചെയ്യുന്നത് അതിൻ്റെ ഓർഡർ ഒരുപാട് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് പ്രോക്സിമിറ്റി ടു ദ ഡാറ്റ സോഴ്സ്. അങ്ങനെ വെച്ചാൽ ലൊക്കേഷൻ ബേസ്ഡ് ഡാറ്റ, ആ ഡാറ്റയുടെ ലൊക്കേഷനും അതും ഡാറ്റയുടെ ലൊക്കേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ യൂസറിൻ്റെ ലൊക്കേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ബാൻഡ് വിഡ്ത്തിൻ്റെ അവൈലബിലിറ്റി. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഒന്ന് പ്രോക്സിമിറ്റി ടു ദ ഡാറ്റ സോഴ്സ്, ഡാറ്റയുടെ ലൊക്കേഷൻ, പിന്നെ യൂസറിൻ്റെ ലൊക്കേഷൻ, പിന്നെ ബാൻഡ് വിഡ്ത്തിൻ്റെ അവൈലബിലിറ്റി. ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഓർഡർ ഓഫ് ദ ബിറ്റ് സ്ട്രിങ്. ആൻഡ് ദ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈസിയർ ടു പ്രോഗ്രാം ആൻഡ് ഡാറ്റ ഈസ് ആൻഡ് ഫാസ്റ്റ്. മൾട്ടിപ്പിൾ ചാനലിലൂടെ മൾട്ടിപ്പിൾ ഡാറ്റ സെൻഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈസിയർ ടു പ്രോഗ്രാം ആണ്. ഓക്കെ, പിന്നെ ഡാറ്റ സെൻഡ് ഫാസ്റ്റ്. പിന്നെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് റിക്വയർസ് മോർ ട്രാൻസ്മിഷൻ ചാനൽസ്, അല്ലേ? ഒരുപാട് ട്രാൻസ്മിഷൻ ചാനൽ വേണം. പിന്നെ ചിലപ്പോൾ വീഡിയോ സ്ട്രീംസിലൊക്കെ സ്കിപ്പിങ്ങും ഇൻ്റർഫറൻസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, വീഡിയോ സ്കിപ്പ് ചെയ്ത് പോവുക, അവിടെ ഇൻ്റർഫറൻസ് വരിക, അതിനൊക്കെ സാധ്യതയുണ്ട്. ഓക്കെ, ഇനി പാരലൽ ട്രാൻസ്മിഷൻ്റെ യൂസസ് എന്ന് പറയുന്നത് എ ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ ഈസ് ബീങ് സെൻഡ്. നമുക്കൊരു നേരത്തെ പറഞ്ഞു ചെറിയ ചെറിയ ഡാറ്റാസെ സെൻഡ് ചെയ്യാൻ പറ്റുമെന്ന്. സീരിയലിൽ പാരലൽ ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ സെൻഡ് ചെയ്യാം.
കൂടാണ്ട് ഇത് ടൈം സെൻസിറ്റീവ് ആണ്. ദ ഡാറ്റ ബീങ് സെൻഡ് ഈസ് ടൈം സെൻസിറ്റീവ് ആണ് അല്ലേ, വിത്തിൻ എ ടൈമിലാണ് സെൻഡ് ചെയ്ത് പോകുന്നത്. ദ ഡാറ്റ നീഡ്സ് ടു ബി സെൻഡ് ക്വിക്ക്ലി, ഡാറ്റ ക്വിക്ക്ലി സെൻഡ് ചെയ്യും. ഇനി ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ് വീഡിയോ സ്ട്രീമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നേരത്തെ പറഞ്ഞല്ലോ അവിടെ ഇൻ്റർഫറൻസും സ്കിപ്പിങ്ങും വരാനുള്ള സാധ്യതയുണ്ട് എന്ന്. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ് വീഡിയോ സ്ട്രീമിംഗ്. ഓക്കെ, അപ്പം ഇത്രയായിരുന്നു ഈ സെമിനാർ ടോപ്പിക്കിലെ സബ് ടോപ്പിക്സ്. അതായത് ഡാറ്റ ട്രാൻസ്മിഷൻ എന്താണെന്ന് പറഞ്ഞു. ട്രാൻസ്മിഷൻ ഓഫ് ഡാറ്റ ബിറ്റ്വീൻ 2 ഡിജിറ്റൽ ഡിവൈസസ് ആണ്. അത് അനലോഗിലും ഡിജിറ്റലുമായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാം. പിന്നെ പറഞ്ഞു സീരിയൽ ട്രാൻസ്മിഷനും പാരലൽ ട്രാൻസ്മിഷനുമാണ്. സീരിയൽ ട്രാൻസ്മിഷനിൽ തന്നെ 2 തരമുണ്ട്, സിങ്ക്രണസും അസിങ്ക്രണസും നമ്മൾ പറഞ്ഞു. ഇപ്പം പറഞ്ഞത് പാരലൽ ട്രാൻസ്മിഷനാണ്. ഓക്കെ, ആൻഡ് ഇറ്റ്സ് ഓൾ അബൌട്ട് ദ ടോപ്പിക്. താങ്ക് യു.